2022 മെയ് മാസം 7 ചെന്നൈ മൈലാപ്പൂരിൽ താമസിക്കുന്ന ബിസിനസ്സുകാരനായ ശ്രീകാന്ത്, അനുരാധ ഈ രണ്ടുപേരും അമേരിക്കയിലുള്ള തന്റെ മകളുടെ വീട്ടിൽ പോയി ചില മാസം കഴിഞ്ഞ് അന്ന് രാവിലെ 3:30 തിരികെ ചെന്നൈയിലേക്ക് വന്നു. ഇവരെ പിക്കപ്പ് ചെയ്യാനായി വീട്ടിൽ ജോലി ചെയ്യുന്ന ഡ്രൈവർ കാർ എടുത്ത് എയർപോർട്ടിലേക്ക് പോയി. കാറിൽ അവരെ കയറ്റി മൈലാപ്പൂരിലുള്ള അവരുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്തു. അമേരിക്കയിലുള്ള മകൻ, അച്ഛനും അമ്മയും സുരക്ഷിതരായി വീട്ടിലെത്തിയോ എന്നറിയാനായി ഫോൺ വിളിച്ചു നോക്കുന്നു. എന്നാൽ രണ്ടുപേരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഉടൻ തന്നെ ജോലി ചെയ്യുന്ന ഡ്രൈവറുടെ നമ്പറിലേക്ക് വിളിച്ച് അച്ഛന്റെയും അമ്മയുടെയും ഫോൺ എന്തുകൊണ്ട് സ്വിച്ച് ഓഫ് ആണെന്ന് ചോദിച്ചു. അതിന് ഡ്രൈവറും അച്ഛനും അമ്മയും ഉറങ്ങുകയാണ്, ഉണർന്ന ഉടനെ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു. എന്നാൽ ഒരുപാട് സമയം കഴിഞ്ഞിട്ടും തിരികെ ഫോൺ വരാത്തതുകൊണ്ട് ബന്ധുക്കളോട് പറഞ്ഞ് വീട്ടിൽ ചെന്ന് അന്വേഷിക്കാൻ മകൻ ആവശ്യപ്പെട്ടു. എന്നാൽ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ അച്ഛനും അമ്മയും ഡ്രൈവറും ആരും തന്നെ ഇല്ല. വീട് പൂട്ടിയിരിക്കുകയായിരുന്നു. ഉടൻ തന്നെ ഇക്കാര്യം പോലീസിനെ അറിയിക്കുന്നു. പോലീസും വീടിന്റെ കതക് പൊളിച്ച് അകത്തേക്ക് കടക്കുമ്പോൾ വീടിനുള്ളിൽ വലിയ രീതിയിലുള്ള ഡെറ്റോൾ സ്മെൽ വരുന്നുണ്ടായിരുന്നു. വീടിനുള്ളിൽ എന്തൊക്കെയോ വൃത്തിയാക്കിയതുപോലെ തോന്നി. ചില സ്ഥലങ്ങളിൽ രക്തക്കറ ഉണ്ടായിരുന്നു. 40 കോടി രൂപയ്ക്ക് ആഗ്രഹിച്ച് വീട്ടിൽ ജോലി ചെയ്യുന്ന വേലക്കാരന്റെ പദ്ധതിയിൽ വളരെ ക്രൂരമായ രീതിയിൽ വയസ്സായ ദമ്പതികൾ മരിക്കുകയും അവരുടെ വീട്ടിൽ തന്നെ കുഴിച്ചു മൂടുകയും ചെയ്ത ഈ സംഭവത്തിൽ ആ മാതാപിതാക്കൾ ചെയ്ത ഒരു ചെറിയ തെറ്റ് അവരുടെ ജീവന് തന്നെ ആപത്തായി മാറി. എന്നാൽ ഈ സംഭവത്തിൽ കൊലപാതകം നടന്ന വെറും 6 മണിക്കൂറിൽ തന്നെ തമിഴ്നാട് പോലീസ് അധികാരികൾ ബുദ്ധിപൂർവ്വം പെരുമാറുകയും കൊലപാതകിയെ കണ്ടുപിടിക്കുകയും ചെയ്തു. ഒരല്പസമയം താമസിച്ചിരുന്നെങ്കിൽ കൂടിയും കൊലപാതകി വിദേശത്തേക്ക് പറക്കുമായിരുന്നു. ഫാസ്ടാഗ് എന്ന ഒരു ചെറിയ ടെക്നോളജി ഉപയോഗിച്ച് എങ്ങനെ കൊലപാതകിയെ കണ്ടുപിടിച്ചു, കൂടാതെ അവരുടെ പദ്ധതി എന്തായിരുന്നു, അവരെന്താണ് ചെയ്തത്, ഇവയെക്കുറിച്ചെല്ലാം ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായി നമുക്കറിയാം. വയസ്സായ ശ്രീകാന്ത് കൂടാതെ 54 വയസ്സായ അനുരാധ ചെന്നൈ മൈലാപ്പൂരിൽ താമസിക്കുന്നു. ചെന്നൈയിലും ഗുജറാത്തിലും IT കമ്പനിയുള്ള ശ്രീകാന്ത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. ഇയാൾക്കൊരു മകനും മകളുമുണ്ട്. ഇവർ രണ്ടുപേരും അമേരിക്കയിലെ കാലിഫോർണിയയിൽ ഡോക്ടേഴ്സ് ആണ്. അതിനാൽ ഈ വയസ്സായ ദമ്പതികൾ മാത്രമാണ് മൈലാപ്പൂരിലെ വീട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നത്. ഇവർ വർഷത്തിൽ 3 മാസം മാത്രം അമേരിക്കയിലേക്ക് പോവുകയും മകന്റെയും മകളുടെയും കൂടെ താമസിച്ചിട്ട് തിരികെ വരികയും ചെയ്യും. ഇത് പതിവായിരുന്നു. അങ്ങനെ 2021 നവംബർ മാസം അമേരിക്കയിലേക്ക് തന്റെ മകളുടെ പ്രസവത്തിനായി ശ്രീകാന്ത്, അനുരാധ രണ്ടുപേരും കാലിഫോർണിയയിലേക്ക് പോയി. അങ്ങനെ പോയവർ 2023 മെയ് മാസം തിരികെ നാട്ടിലേക്ക് വന്നു. അന്ന് രാവിലെ 3:30 എയർപോർട്ടിൽ വന്നിറങ്ങി അവർ അമേരിക്കയിലുള്ള മകനെ വിളിച്ച് ഞങ്ങൾ ചെന്നൈ എയർപോർട്ടിൽ റീച്ചായി എന്ന് പറഞ്ഞു. മകനും ശരിയച്ചാ, വീട്ടിൽ ചെന്നെത്തിയിട്ട് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇവരെ വിളിച്ചുകൊണ്ടു പോകാനായി ഡ്രൈവറായ കൃഷ്ണ കാർ എടുത്ത് എയർപോർട്ടിലേക്ക് വന്നു. അങ്ങനെ വീട്ടിലേക്ക് പോയി ഇവരാണ് അടുത്ത ചില മണിക്കൂറിൽ വളരെ ക്രൂരമായ രീതിയിൽ കൊല്ലപ്പെട്ടത്. ബിസിനസ്സുകാരനായ ശ്രീകാന്തിന്റെ ECRലുള്ള ഫാം ഹൗസിൽ നേപ്പാളിലുള്ള ശർമ്മ എന്നയാൾ കഴിഞ്ഞ 20 വർഷമായി ജോലി ചെയ്യുന്നുണ്ട്. വളരെ വിശ്വസ്തനായതുകൊണ്ട് അയാളുടെ മകനായ മദൻലാൽ കൃഷ്ണയെ ശ്രീകാന്തിന്റെ ഡ്രൈവറാക്കി. ഡ്രൈവർ കൃഷ്ണയ്ക്ക് ശ്രീകാന്തിന്റെ വീട്ടിൽ തന്നെ പ്രത്യേകം ഒരു മുറി പണിയുകയും അയാൾ അവിടെ തന്നെയാണ് താമസിച്ചിരുന്നതും. കൂടാതെ എപ്പോഴെല്ലാമാണോ ഈ വയസ്സായ ദമ്പതികൾ പുറത്തേക്ക് പോകുന്നത് അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുന്നത്, അപ്പോഴെല്ലാം ആവശ്യം വന്നാൽ കൃഷ്ണയ്ക്ക് അവരുടെ കാർ ഉപയോഗിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ തുടർന്ന് 7 വർഷമായി കൃഷ്ണ ഡ്രൈവർ ജോലിയിൽ വളരെ വിശ്വസ്തനായിരുന്നു. എന്നാൽ അത്യാഗ്രഹം ആരെയും വെറുതെ വിടില്ല. വീട്ടിലേക്ക് പോയതും വിളിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷെ ഇതുവരെ വിളിച്ചില്ലല്ലോ എന്ന് ചിന്തിച്ച മകൻ രാവിലെ ഒരു 8 മണിയോടുകൂടി വീണ്ടും അച്ഛന്റെ നമ്പറിലേക്ക് വിളിച്ചു. എന്നാൽ അച്ഛന്റെയും അമ്മയുടെയും നമ്പർ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഒരുപാട് സമയം ട്രൈ ചെയ്തു. അതിനുശേഷമാണ് ഡ്രൈവർ കൃഷ്ണയുടെ നമ്പറിലേക്ക് വിളിച്ചത്. അവർ ഉറങ്ങുകയാണ്, ഉണർന്ന ഉടനെ വിളിക്കാമെന്ന് ഡ്രൈവർ പറഞ്ഞു. പിന്നീട് ഒരു അല്പസമയം കഴിഞ്ഞ് ഡ്രൈവർ കൃഷ്ണയ്ക്ക് മകൻ വീണ്ടും ഫോൺ വിളിച്ചു. ഫോൺ കൊണ്ട് അച്ഛന്റെ കയ്യിൽ കൊടുക്കാമോ എന്ന് ചോദിച്ചു. എന്നാൽ പല കാരണങ്ങൾ പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. സംശയം വന്ന മകൻ ഉടൻ തന്നെ ബന്ധുക്കളെ ഫോണിൽ വിളിക്കുകയും വീട്ടിൽ ചെന്ന് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ബന്ധുക്കൾ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ വീട് ലോക്കായിരുന്നു. അച്ഛനും അമ്മയും അവിടെ ഇല്ല, ഡ്രൈവറും അവിടെ ഇല്ല, അവരുടെ കാറും അവിടെ ഇല്ല. ഉടൻ തന്നെ ഇത് മൈലാപ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചറിയിച്ചു. ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്തു. സംഭവ സ്ഥലത്തേക്ക് വന്ന പോലീസ് കതക് പൊളിച്ച് അകത്തേക്ക് കടക്കുന്നു. വീടിനുള്ളിൽ നിന്നും വളരെ ഹെവി ആയിട്ടുള്ള ഡെറ്റോൾ സ്മെൽ വരുന്നുണ്ടായിരുന്നു. വീടിനുള്ളിൽ ചില സ്ഥലങ്ങളിൽ രക്തക്കറയും ഉണ്ടായിരുന്നു. കൂടാതെ വീടിനുള്ളിലെ അലമാര, കബോർഡ് എല്ലാം തന്നെ പൊട്ടിക്കിടക്കുകയായിരുന്നു. ഇത് കണ്ട് വളരെ പെട്ടെന്ന് പ്രവർത്തിച്ച പോലീസ് ശ്രീകാന്തിന്റെ ഇനോവ കാർ കൂടാതെ ഡ്രൈവർ കൃഷ്ണയുടെ ഫോൺ നമ്പർ ഇവ രണ്ടും ട്രാക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ട്രാക്ക് ചെയ്തപ്പോൾ ഡ്രൈവർ കൃഷ്ണയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇവിടെയാണ് പോലീസിന് ഒരു
ചെറിയ ടെക്നോളജി വലിയൊരു സഹായമായത്. ശ്രീകാന്തിന്റെ ഇന്നോവ കാറിൽ ഒട്ടിച്ചിരുന്ന ഫാസ്റ്റ് ടാഗിൽ നിന്നും ആ കാർ ഇപ്പോൾ ചെന്നൈ ടു കൊൽക്കത്ത ഹൈവേയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് പോലീസ് കണ്ടുപിടിക്കുന്നു. അങ്ങനെ ആന്ധ്രയിലെ ഒരു ചെക്ക് പോസ്റ്റിന് അടുത്തെത്താറായപ്പോൾ തമിഴ്നാട് പോലീസ് ആന്ധ്ര പോലീസിനെ വിവരമറിയിക്കുകയും ആന്ധ്ര പോലീസിന്റെ സഹായത്തോടു കൂടി അവരെ പിടിക്കുകയും ചെയ്തു. അങ്ങനെ അറസ്റ്റ് ചെയ്ത ഡ്രൈവർ കൃഷ്ണ, അയാളുടെ കൂട്ടുകാരൻ രവി, ഈ രണ്ടുപേരെയും ചോദ്യം ചെയ്യുമ്പോൾ എങ്ങനെയാണ് അവരെ കൊന്നത്, ഇവരുടെ പദ്ധതി എന്തായിരുന്നു എന്നുള്ളത് പറയാൻ തുടങ്ങി. ഡ്രൈവറായി ജോലി ചെയ്തുകൊണ്ടിരുന്ന കൃഷ്ണ ഒരു തമിഴ് പെൺകുട്ടിയായിരുന്നു വിവാഹം കഴിച്ചത്. ഇവർക്ക് ഒരു കുഞ്ഞുമുണ്ട്. കഴിഞ്ഞ പല വർഷമായി ഡ്രൈവറായി ജോലി ചെയ്തുകൊണ്ടിരുന്ന കൃഷ്ണയ്ക്ക് ഇങ്ങനെ ഒരു അരുതാത്ത ചിന്ത വരാൻ കാരണം ഒരേയൊരു സംഭവമായിരുന്നു. അടുത്തിടെ തന്റെ മകളുടെ പ്രസവത്തിനായി അമേരിക്കയിലേക്ക് പോയ ശ്രീകാന്ത് അനുരാധ ദമ്പതികളിൽ ഇടയ്ക്ക് ശ്രീകാന്ത് മാത്രം ജോലി ആവശ്യത്തിനായി അമേരിക്കയിൽ നിന്നും ചെന്നൈയിലേക്ക് വരുന്നു. ചെന്നൈയിൽ ജോലി അവസാനിപ്പിച്ചിട്ട് വീണ്ടും അമേരിക്കയിലേക്ക് പോയി. അങ്ങനെ ചെന്നൈയിൽ വന്നപ്പോൾ ഒരു ലാൻഡ് സെയിൽ ആവുകയും 40 കോടി രൂപ ലഭിക്കുകയും ചെയ്തു. ആ പണം സെക്യൂർ ചെയ്യുന്നതിനെ കുറിച്ച് ഫോണിൽ സംസാരിക്കുന്നത് ഡ്രൈവർ കൃഷ്ണ കേട്ടു. ഇതായിരുന്നു ഡ്രൈവർ കൃഷ്ണയുടെ മനസ്സിൽ ഒരു ചാഞ്ചാട്ടത്തിന് കാരണമായത്. ഇതേക്കുറിച്ച് തന്റെ കൂട്ടുകാരൻ രവിയോട് അയാൾ പറഞ്ഞു. ഇപ്പോൾ രണ്ടുപേരും ചേർന്ന് എങ്ങനെയെങ്കിലും ആ 40 കോടി രൂപ തട്ടിയെടുക്കണമെന്ന് ചിന്തിക്കുന്നു. എങ്കിൽ നമ്മുടെ ജീവിതം സുരക്ഷിതമാകുമെന്നും ചിന്തിച്ചു. അതിനുവേണ്ടി പല ദിവസം ഇവർ പദ്ധതിയിടാൻ തുടങ്ങി. വീടിലെ ലോക്കർ കീ എല്ലാം ശ്രീകാന്തിന്റെ പക്കലാണുള്ളത്. ആ ലോക്കറിനുള്ളിലാണ് 40 കോടി രൂപ പണവുമുള്ളത്. അങ്ങനെ അമേരിക്കയിൽ നിന്നും അവർ തിരികെ വന്നതും അവരെ കൊന്നതിനു ശേഷം പണമെല്ലാം എടുത്തുകൊണ്ട് നേപ്പാളിൽ പോയി സെറ്റിലാകാം എന്നായിരുന്നു പദ്ധതി. അതുപോലെ അമേരിക്കയിൽ നിന്നും മെയ് മാസം 7-ാം തീയതി അവർ തിരികെ വരുന്നു എന്നുള്ള വിവരം 2 ആഴ്ചയ്ക്ക് മുൻപ് തന്നെ ഡ്രൈവർ കൃഷ്ണയെ അറിയിച്ചു. ഉടൻ ഡ്രൈവർ കൃഷ്ണ അവരുടെ ഫാം ഹൗസിൽ 20 വർഷമായി ജോലി ചെയ്തുകൊണ്ടിരുന്ന തന്റെ അച്ഛന് ഫോൺ വിളിച്ചിട്ട് നേപ്പാളിലുള്ള അവരുടെ വീട്ടിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ആ അച്ഛനും നേപ്പാളിലേക്ക് പോയി. അതിനുശേഷം ചില ദിവസത്തിൽ തന്നെ ആ ഫാം ഹൗസിൽ ശ്രീകാന്ത് അനുരാധ ദമ്പതികളെ കുഴിച്ചു മൂടാനായി 2 ആഴമുള്ള കുഴികളും എടുത്തു. ശ്രീകാന്ത് അനുരാധ ഇവർ ചെന്നൈയിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ ഇവരെ കുഴിച്ചു മൂടാനുള്ള കുഴികളും തയ്യാറായിരുന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ തന്റെ വീട്ടിലേക്ക് ആ ദമ്പതികൾ വന്നു. മെയ് മാസം 7-ാം തീയതി ഡ്രൈവർ അവരെ എയർപോർട്ടിൽ നിന്നും പിക്കപ്പ് ചെയ്യുകയും വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം അവരെ സഹായിക്കുന്നത് പോലെ വീടിനുള്ളിലേക്ക് കടന്ന കൃഷ്ണ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഉണ്ടായിരുന്ന 60 വയസ്സുള്ള ശ്രീകാന്തിന്റെ തലയിൽ വലിയ ഇരുമ്പ് കമ്പി കൊണ്ട് അടിച്ചു. അതിനുശേഷം അവൻ മറച്ചു വെച്ചിരുന്ന കത്തിയെടുത്ത് ശ്രീകാന്തിന്റെ കഴുത്തിൽ തന്നെ കുത്തി. അതേസമയം തന്റെ ഭർത്താവ് താഴെ മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന വിവരം ഒന്നും അറിയാതെ മുകളിൽ ഫസ്റ്റ് ഫ്ലോറിൽ ഉണ്ടായിരുന്ന അനുരാധയെ പിന്തുടർന്നു പോയ രവി അതേ രീതിയിൽ ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് അവരുടെ തലയിലും അടിച്ചു. അവരും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. പിന്നീട് രണ്ടുപേരുടെ ശരീരവും ഒരു ബെഡ്ഷീറ്റ് കൊണ്ട് മൂടുകയും ഒരു മൂലയ്ക്കായി വയ്ക്കുകയും ചെയ്തു. കീ കണ്ടുപിടിക്കുകയും ലോക്കർ തുറന്നു നോക്കുമ്പോഴാണ് അവർ വിചാരിച്ചതുപോലെ 40 കോടി രൂപ അവിടെ ഇല്ല എന്നുള്ള വിവരം അറിയുന്നത്. എന്നാൽ അതിന് പകരം 8 കോടി രൂപ വിലമതിക്കുന്ന സ്വർണം, വജ്രം, പ്ലാറ്റിനം, കയ്യിൽ കിട്ടിയതെല്ലാം എടുത്തുകൊണ്ട് അവരുടെ ഡെഡ് ബോഡിയും എടുത്തുകൊണ്ട് അതേ ഇന്നോവ കാറിൽ നേരത്തെ പദ്ധതിയിട്ടിരുന്ന ഫാം ഹൗസിലേക്ക് പോകുന്നു. അവിടെ തയ്യാറാക്കി വെച്ചിരുന്ന കുഴിയിൽ ഇവരെ ഇടുകയും മണ്ണിട്ട് മൂടുകയും ചെയ്തു. അതേ കാറെടുത്ത് നേപ്പാളിലേക്ക് രക്ഷപ്പെട്ടു പോകുന്ന വഴിയാണ് തമിഴ്നാട് പോലീസിന്റെ ബുദ്ധിപൂർവ്വമുള്ള പെരുമാറ്റം കാരണം 6 മണിക്കൂറിൽ തന്നെ ഇവരെ പിടിക്കുകയും ചെയ്തു. ഇവരിൽ നിന്ന് എല്ലാ സ്വർണവും തിരികെ എടുക്കുന്നു. കൂടാതെ എവിടെയാണ് അവരെ കുഴിച്ചു മൂടിയത് എന്ന് കാണിച്ചു കൊടുക്കുകയും ശ്രീകാന്ത്, അനുരാധ രണ്ടുപേരുടെ ശരീരം തിരികെ എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചു. കൊലയാളികൾ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് ദമ്പതികൾ മരിച്ചതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ഈ സംഭവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആരെയും വിശ്വസിക്കരുത്. അത് ആരായിരുന്നാലും. പണം എന്ന ഒരു കാര്യം വരുമ്പോൾ ഒരാളുടെ മനസ്സ് എങ്ങനെ വേണമെങ്കിലും മാറാം. നമ്മുടെ സാമ്പത്തികമായ കാര്യങ്ങൾ മറ്റൊരാൾക്ക് കേൾക്കുന്ന രീതിയിൽ ഒരിക്കലും പറയാൻ പാടില്ല. അതുപോലെ വീട്ടിൽ ജോലിക്കായി നിർത്തിയിട്ടുള്ള ഒരാളെ, അതും മറ്റു നാടുകളിൽ നിന്ന് വരുന്ന ഒരാളെ വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ ജോലിയിലേക്ക് എടുക്കാവൂ. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.